സമൂഹത്തോടും പരിസ്ഥിതിയോടും ഉത്തരവാദിത്തമുണ്ട് പറയേ. സമൂഹത്തിനോട് പരിസ്ഥിതിയോട് ഉത്തരവാദിത്തമുണ്ട് പറയാൻ. ധാരാടി എഴുതേണ്ടത് പറ. അടുത്തത് എന്താന്ന് പറഞ്ഞു. മനുഷ്യൻ തന്നെയാണ് പ്രകൃതിയെ നശിപ്പിക്കാനുള്ള കാരണം. മനുഷ്യൻ. ഇതൊക്കെ അമ്മയ്ക്ക് തന്നെ എഴുതിക്കൂടെ? വേഗം ഒരുങ്ങി നിൽക്കും. നിനക്ക് ഒരുങ്ങാൻ നേരമില്ലാത്തോണ്ട് ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പറഞ്ഞത്. ബുക്കൊക്കെ എടുത്തു വെച്ച നാത്തൂനെ. അതെ, മനുഷ്യൻ ചെയ്യണ ജോലി ഒന്ന് വൃത്തിയായിട്ട് ചെയ്യൂല. ഇത് എന്തോന്ന് തേപ്പടി? ഇത് തേച്ചോ നീ സത്യത്തില്? അതാ പെട്ടിയില് ചൂട് നിക്കണില്ല. ചൂട് നിൽക്കണില്ല. പെങ്ങള് നിക്കണല്ലേ വടി പോലെ. അയ്യോ വേണ്ട വേണ്ട, ഞാൻ പറയാം. മനുഷ്യൻ തന്നെയാണ്. നീ ഇതെന്താ എടുക്കണേ? ഇതെന്താ നശിപ്പിക്കുന്നത്? ഉപന്യാസം. ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൾ എഴുതാണ്ട് ജോലി. നിനക്കെന്താണ് ജോലി സ്കൂളിൽ നിന്ന് വന്നിട്ട്? ബാക്കി ഞാൻ ഒരെണ്ണം തന്നാണ്ടല്ലോ. വൈകുന്നേരം വന്ന് ടി വി കണ്ട് അങ്ങനെ ഇരിക്കും. ഞാൻ മെടഞ്ഞു തരാം, നീ നിക്കുന്നു. മതി, എഴുതിയിടത്തോളം മതി, കൊണ്ടുപോ. ബാക്കി സ്കൂളിൽ പോയിരുന്ന് എഴുതിയാൽ മതി. നീ ഒരു കാര്യം, യൂണിഫോം ഒക്കെ ഇട്ട് നീ പോ സ്കൂളിൽ. എന്തിനാണ് പിന്നെ ഈ കാശ് കൊടുക്കണേ? അതിപ്പോ എഴുതി തുടങ്ങിയില്ലേ? എടുത്ത് വെച്ചിട്ട് പോടി. അങ്ങനെ പിള്ളേർ ശീലിച്ചു. ഞാൻ ഇന്നാൾ അവൾ എന്നെ കൊണ്ട് എഴുതിച്ചു. ഇത് വെറും കാളയായിട്ട് വരുവാണ്. കാള. മടിയൻ കാള. വേഗം പോ, വേഗം പോ. മടിയാന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കണേ. ഇപ്പൊ തീർത്തിയൊന്നുമില്ലല്ലോ. ഇച്ചിരി ചോറ് ഇച്ചിരി വേഗം വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ അവള് കൊല്ലും മനുഷ്യനെ. ഒരു സ്ട്രോങ് ചായ എടുത്തേ. ഒരു നിമിഷം ഞാൻ നടി. നമ്മുടെ ആ നടനകലാ കേന്ദ്രത്തിൽ നിന്ന് ഒരു കത്ത് വന്നില്ലയോ, മറുപടി കത്ത്? അതൊന്നും ഞാൻ എടുത്ത് തന്നെ. അത് ഇവിടെ എവിടെയെങ്ങാണ് വെച്ചത്. ഈ തക്ലിയെ ഇങ്ങനെ നീ വഷളാക്കരുത് കേട്ടോ. പിന്നെ തങ്കം, നീ വന്നേ. വെക്കട്ടെ, ചായ വെക്കട്ടെ, ചായ വെക്കട്ടെ. അല്ല, ഒന്നിങ്ങോട്ട് വാ. ചായ നമുക്ക് പിന്നെ കുടിക്കാം. അതിന് പിന്നെ വേറൊരു വലിയൊരു അത്യാവശ്യ കാര്യം അറിയിക്കാൻ. വാ. പറ, എന്താ? നിനക്ക് എത്ര രൂപ ശമ്പളം ഉണ്ട്? അല്ല, നടനകലാകേന്ദ്രത്തിലെ പ്രിൻസിപ്പാളിന് എത്ര രൂപ ശമ്പളം ഉണ്ടെന്ന്? അവിടെ നിക്ക്. നീ എവിടെ ഓടണേ? ഇത് നടനകലാകേന്ദ്രത്തിൽ നിന്ന് വന്ന കത്തല്ലേ? ഇതിൽ അവരുടെ ലെറ്റർ ഹെഡ് അല്ലല്ലോ. ഇതിനകത്ത് അവരുടെ സീലില്ല, ഡേറ്റ് ഇല്ല. സത്യം പറയട്ടെ, ഇതാരെഴുതിയതാ? കള്ളം പറയരുത് തങ്കം. എന്തിനാ ഇങ്ങനെ ഒരു കത്ത് എഴുതിയത്? ഞാൻ കുഞ്ഞിൻ്റെ ബുക്കിൽ നീ എഴുതിയത് ശ്രദ്ധിച്ച്. ഇത് രണ്ടും ഒരേ കയ്യക്ഷരം. എന്തിനാ അപ്പം ഇങ്ങനെ ഒരു കത്ത് നീ എഴുതിയത്? അതൊരു കുഴപ്പം പറ്റി ക്ലീറ്റോ. എന്താ കുഴപ്പം? അന്ന് നമ്മൾ ലെറ്റർ അയച്ചില്ലേ അങ്ങോട്ട്, അപേക്ഷ. അതിനവരിങ്ങോട്ട് മറുപടി അയച്ചായിരുന്നു. എന്നിട്ട് ആ കത്ത് എവിടെ? അത് ഞാൻ കത്തിച്ചു കളഞ്ഞു. എന്തിന് കത്തിക്കാൻ വേണ്ടിട്ട്? അതിലെന്താ പ്രശ്നം? അതിനകത്ത് മൊത്തം പ്രശ്നമായിരുന്നു. അതിനകത്ത് എഴുതിയേക്കാണ് നമ്മുടെ കൊച്ചിൻ്റെ ഡാൻസ് ഒന്നും പോരാ, ആ നിലവാരത്തിലുള്ള പിള്ളേരൊന്നും അല്ല അവിടെ എടുക്കണത്, പിന്നീട് ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കണം. അത് കണ്ട് അവൾക്ക് വിഷമാവില്ലേ? ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത് ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങരുതെന്ന്. വല്ല കാര്യം ഉണ്ടായിരുന്ന കൊച്ചിനെ നടന കലാകേന്ദ്രം എന്നും പറഞ്ഞ് അതിനെ മോഹിപ്പിച്ച് ഒരു കാര്യമില്ലാതെ. ഇനി അവൾ അറിയുന്നില്ലല്ലോ. അവളിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കണമെന്ന് നോക്ക്. ആ കൊച്ചിന് ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കൂലേ? ഞാൻ കൊച്ചു വിഷമിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. കൊള്ളാം. പോയി ചായ എടുത്തുണ്ടോ? പ്രിൻസിപ്പാളെ, നടന കലാകേന്ദ്രത്തിലെ പ്രിൻസിപ്പാളെ. Alien versus Alien.